സിനിമയ്ക്ക് മുമ്പേയും ചേട്ടച്ചനുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ അത് ആക്ച്വലി കമലദളം പടം മോനിഷയുടെ ക്യാരക്ടർ ചെയ്യേണ്ടത് ഞാനായിരുന്നു. ഫോർ സം റീസൺ അത് നടന്നില്ല. അപ്പം ഞാൻ പവിത്രത്തിന്റെ ഫസ്റ്റ് ഡേ ലൊക്കേഷനിലോട്ട് പോകുന്നത് ഈശ്വര ഇദ്ദേഹം നമ്മളെ പറയുമോ നമ്മൾ ചെയ്യാത്തതിനുള്ള ചേട്ടച്ചൻ അതുകൊണ്ട് സംസാരിച്ചിട്ടില്ല എന്നോട്. അപ്പൊ പക്ഷെ ചേട്ടച്ച എന്ന് വിളിക്കാൻ തുടങ്ങിയത് സിനിമ ഡെഫിനറ്റ്ലി സിനിമയുടെ ആ ഒരു ഞാൻ ഒരിക്കലും ലാലേട്ടാന്നൊന്നും വിളിച്ചിട്ടില്ല. എപ്പോഴും ഒരു ഐ തിങ്ക് ഒരു വീക്ക് ബാക്ക് ഒരു വേറൊരു ആവശ്യത്തിന് വേണ്ടി ഒരു ഡാൻസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന്റെ ആവശ്യത്തിന് വേണ്ടി നേരെ എടുത്ത ചേട്ടച്ചാ. അപ്പൊ ഞാൻ അയ്യോ അല്ല നമ്മൾ ഈ വിളിച്ച് അങ്ങനെയാണ്. അപ്പൊ ചേട്ടച്ചാ മോളെ അപ്പൊ ഈസ് ഓൾസോ റെസ്പോണ്ടിങ് ടു ഇറ്റ്. അപ്പൊ ഐ തിങ്ക് അതൊരു അദ്ദേഹം കുടുംബത്തിന്റെ പാർട്ടായിട്ട് തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു എന്റെ മാത്രമല്ല എല്ലാ മലയാളികളുടെയും സ്വകാര്യ അഹങ്കാരമാണ്. എഗൈൻ അങ്ങനെ ഞാൻ പറയുമ്പോൾ ഒരാളെയും കൂടെ ഞാൻ പറയാതെ പറ്റില്ല. എല്ലാവർക്കും മമ്മൂക്ക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര പേടിയുള്ള ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് അദ്ദേഹത്തിനോടൊരു റെസ്പെക്റ്റും എല്ലാം കൊണ്ടും. പക്ഷെ ഞാൻ thoroughly ചേട്ടച്ചനെ പോലെ ഇൻഫാക്ട് ചേട്ടച്ചനാണ് എനിക്ക് കുറച്ചുകൂടി ഈ സിനിമ റിലേറ്റഡ് ബന്ധമെങ്കിലും ഞാൻ എന്തോ ഒരു ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കിയിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ഡിസ്കഷന് വേണ്ടിയിട്ട് ഞാൻ മമ്മൂക്കയുടെ നമ്പർ എടുത്ത് ഞാൻ മമ്മൂക്കയ്ക്ക് മെസ്സേജ് ഫസ്റ്റ് മമ്മൂക്ക ഹലോ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. അപ്പൊ മമ്മൂക്കയുടെ പടം എനിക്കൊരു ഡൗട്ട് മമ്മൂക്കയാണോ ഞാൻ മമ്മൂക്ക ക്വസ്റ്റ്യൻ മാർക്ക് എനിക്കൊരു ഡൗട്ട് യെസ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു തലത്തിലല്ല അവരാരും. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് അവരുടെയൊക്കെ ഒരു ലൈഫില് ഇത് പാഷനേറ്റ് അല്ലാത്തൊരു ജോലിയാണെങ്കിൽ നിലച്ചു നോക്കൂ. സിനിമ എപ്പോഴും നമ്മളെ ഓരോ റോളും ഓരോ സിനിമയും നമുക്കൊരു ന്യൂ ലേണിംഗ് എക്സ്പീരിയൻസ്. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത്രയും കൊല്ലം നിൽക്കാൻ പറ്റില്ല. എത്ര നമ്മൾ വഴക്കാളിയാണ് ബഹളം എന്നൊക്കെ പറഞ്ഞാലും മമ്മൂക്കയുടെ ഒരു സിംപ്ലിസിറ്റി ഞാൻ മനസ്സിലാക്കിയത് അന്ന് മുതലാട്ടോ. എന്തോ ഒരു 2-3 years ആയിട്ടുള്ളൂ. പക്ഷെ എന്ത് നമ്മളൊരു മെസ്സേജ് അയച്ചാലും അതിന് റെസ്പോണ്ട് ചെയ്യുക, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് തരിക. ഐ തിങ്ക് ആ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് സിനിമയിൽ അഭിനയിച്ച സമയത്ത് ഉണ്ടായിരുന്നില്ല. ആയിരം നാവുള്ളാനന്ദൻ എന്ന് പറഞ്ഞ സിനിമയിൽ അപ്പോഴും ഒരു സമയം ഒരു വാക്ക് തർക്കം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അതിന്റെ അടുത്ത് വെച്ച് നിനക്ക് എന്റെ ഹീറോയിനായിട്ട് അഭിനയിക്കണോ? അപ്പൊ ഞാൻ വെച്ച് നമുക്ക് എന്നെ കളിയാക്കുവാണ്. ആ പടത്തിൽ ഞാൻ സിസ്റ്ററായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നി നമുക്ക് എന്നെ കളിയാക്കായിരിക്കുന്നു. അപ്പൊ ഞാൻ പിന്നെ മമ്മൂക്കയുടെ ഹീറോ അതിനായിട്ട് ഞാനോ എന്ന് ഞാൻ എടുത്തഴിച്ചാലും ആൻസർ ചെയ്തു. എനിക്ക് അന്നത്തെ മമ്മൂക്കയുടെ സ്വഭാവം ഒന്നും എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ എനിക്ക് എന്നെ കളിയാക്കുവാണെന്നാണ് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ. പക്ഷെ ആക്ച്വലി അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. കാവേരി ചെയ്തില്ലേ ഉദ്യാനപാലകൻ. ഉദ്യാനപാലകനിൽ ശരിക്കും മമ്മൂക്കയുടെ ഹീറോയിൻ ആയിട്ടാണല്ലോ കാവേരി.